നടി കാവ്യ മാധവന്റെ ആദ്യ വിവാഹം മലയാളി പ്രേക്ഷകർ എല്ലാവരും വലിയ ആവേശത്തോടെ നോക്കിക്കണ്ട ഒന്നായിരുന്നു. ഒരു രാജകുമാരിയെ പോലെയാണ് വിവാഹവേദിയിൽ അണിഞ്ഞൊരുങ്ങി കാവ്യ എത്തിയത്. ആദ്യ ഭർത്താവായ നിശാൽ ചന്ദ്രയും പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായ വ്യക്തിയായിരുന്നു. എന്നാൽ വളരെ കുറച്ചു കാലം മാത്രം നീണ്ടുനിന്നൊരു ദാമ്പത്യ ജീവിതമായിരുന്നു ഇരുവർക്കും ദൈവം വിധിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇവർ വിവാഹമോചിതരാവുകയായിരുന്നു ചെയ്തത്. നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റിലെ സാങ്കേതിക ഉപദേഷ്ടാവായ നിശാൽ വിവാഹശേഷം കാവ്യയെ കുവൈറ്റിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ താൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നുവെന്നാണ് കാവ്യ അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ കാവ്യയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം നിശാൽ എവിടെയാണെന്ന് പലരും തിരക്കിയിരുന്നു. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു പിന്നീട് ചെയ്തത്. രമ്യ എസ് നാഥൻ എന്ന പെൺകുട്ടിയാണ് താരം വിവാഹം കഴിച്ചത്. വിവാഹശേഷം ഇരുവരും അമേരിക്കയിൽ സ്ഥിരതാമസമാവുകയും ചെയ്തു. വളരെ ആർഭാടത്തോടു കൂടിയായിരുന്നു കാവ്യയുടെ വിവാഹം നടന്നത്. എന്നാൽ നിശാലിന്റെ രണ്ടാം വിവാഹം വളരെ സ്വകാര്യമായ ചടങ്ങായാണ് നടന്നത്. വിവാഹശേഷം രണ്ടാം ഭാര്യയ്ക്കൊപ്പം വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് നിശാൽ. കുടുംബജീവിതത്തിൽ താൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടും തനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നും ആ ബന്ധം നിലനിർത്താൻ വേണ്ടി താൻ ഒരുപാട് ശ്രമിച്ചിരുന്നുവെന്നൊക്കെ കാവ്യ വിവാഹമോചന സമയത്ത് പറഞ്ഞിരുന്നു. എന്നാൽ രണ്ടാം വിവാഹത്തിന് ശേഷം യാതൊരു ബുദ്ധിമുട്ടും നിശാൽ ചന്ദ്രയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ തെറ്റുകാരൻ നിശാൽ ആയിരുന്നില്ലല്ലോ എന്നാണ് പലവരും പറയുന്നത്. അയാളും അയാളുടെ കുടുംബവും മോശമായിരുന്നുവെങ്കിൽ രണ്ടാമതൊരു വിവാഹത്തിലെത്തിയ പെൺകുട്ടി ഇതിനോടകം തന്നെ അവിടെ നിന്ന് പോകുമായിരുന്നില്ലേ എന്നും ആ പെൺകുട്ടി വളരെ സന്തോഷകരമായി ആ വീട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആരുടെ ഭാഗത്തായിരിക്കും തെറ്റെന്നും ചിലർ ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും രണ്ടുപേരും ഇപ്പോൾ രണ്ട് ജീവിതത്തിൽ സന്തോഷകരമായി ജീവിക്കുകയാണ്. കാവ്യ ഇപ്പോൾ നടൻ ദിലീപിനെ വിവാഹം കഴിച്ച് വളരെ സന്തോഷകരമായ ജീവിതമാണ് ചെന്നൈയിൽ നയിക്കുന്നത്.